2026 നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കേരളത്തിന് പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കോട്ടയത്ത് നിന്ന് ബസ്സിനാണ് പോകുന്നത്. ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മളുടെ ഇത്തവണത്തെ ട്രിപ്പ് പോണ്ടിച്ചേരിയിലേക്കാണ്. 2 ദിവസമാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ആ സമയം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ കമന്റോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ഈ ജിപ്മറിന്റെ ഫ്രണ്ടിലായിരുന്നു നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്റ്റോപ്പ്. ഇത് നമ്മൾ സെലക്ട് ചെയ്താണ്. എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗോമതി എന്നാണ് അവളുടെ പേര്. അവളെ ഞാൻ ഗോംസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം കാണുമായിരുന്നു. അവള് ഞാനും സൗദി അറേബ്യയിൽ കുറെ വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഗോംസിനെ മീറ്റ് ചെയ്തതിന് ശേഷം അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഫ്രഷനപ്പ് ആയിട്ട് ആദ്യം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഓറോവിലാണ്. ഓറോവില്ലിൽ നടന്നു കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഓറോവില്ലിൽ ഒരു റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ പോയത്. കാരണം രാവിലെ വന്നതേ ഉള്ളല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് എനർജിയൊക്കെ ആക്കിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഈ റെസ്റ്റോറന്റ് ഇരിക്കുന്ന ഈ ബിൽഡിംഗ് കാണാൻ വേണ്ടി തന്നെ നല്ല ഒരു ഭംഗിയാണ്, നല്ല വൈബാണ് ഇവിടെ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ റെസ്റ്റോറന്റ്. റൈറ്റ് സൈഡിലേക്ക് ഒരു ബൊട്ടീക്കാണ്, പുറകിലേക്ക് മറ്റെന്തൊക്കെയോ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യും. പിന്നെ ടോക്കൺ നമ്പർ അനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. ഗോംസ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടായതുകൊണ്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ടും അവള് യൂണിഫോമിലാണ് ഈ അറോവിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു അവളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. നമ്മൾ മറ്റൊരു രാജ്യത്ത് ഒരു ഫാമിലി പോലെ കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ മെമ്മറിയിൽ ഒരു ഗോൾഡൻ ഡേ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റോറന്റിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഇൻഫർമേഷൻ സെന്ററിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ ഓറോവെല്ലിലെ മാതൃമന്ത്രിന്റെ ഒരു രൂപം, ഒരു മിനിയേച്ചർ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇൻസൈഡ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിക്കുന്ന രൂപമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ കളർഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. കാരണം നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 350 രൂപ പെർ ഹെഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സ്വര മ്യൂസിക്കൽ ഗാർഡനിലേക്കും മാതൃമന്ത്രിലേക്കും കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ബസ്സിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മ്യൂസിക്കൽ ഗാർഡൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടെ കല്ലുകൊണ്ടും അലുമിനിയം കൊണ്ടും സ്റ്റീൽ കൊണ്ടും കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രത്യേക രീതിയിൽ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന മ്യൂസിക്കൽ സൗണ്ട്സ് കേട്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോകും. കയ്യിൽ വെള്ളം നനച്ച് കല്ലിലൊന്ന് തടവുമ്പോഴേക്കും അവിടുന്ന് നല്ലൊരു മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ചെയ്യുമ്പോൾ അവര് നമ്മളെ ചെയ്ത് കാണിക്കുന്ന അത്ര വലിയ സൗണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് കേട്ട് നോക്കൂ. നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഒന്നും കേൾക്കാനില്ലടി. രണ്ടുപേരും പറയുന്നത് കേൾക്കാവോ? ഹലോ, വെല്ലം കേൾക്കാമോ? ഇച്ചു, വെല്ലം കേൾക്കാമോ? നിനക്ക് കേൾക്കാമോ? നീ എവിടെ നിക്കുന്നേ? അതെ അവിടെ അല്ലേ, അവിടെ നിക്ക്. കേക്കാം കേക്കാം, ഇവിടെ വരെ കേക്കാം. കൊള്ളാം കേട്ടോ സംഭവം. പിന്നെ ഇത് എന്തായാലും കൊള്ളാം കേട്ടോ സംഭവം. സുഖമില്ല, ഇതൊക്കെ സുഖം വരും അറിയാതെ. ഇത് ഞാൻ മലേഷ്യ പോയപ്പോ ചെയ്തായിരുന്നു. ഒച്ച കേൾക്കുന്നതിന് ഈ മുളങ്കമ്പുകൾക്കിടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു മ്യൂസിക്കൽ സൗണ്ട് ആണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ തലയിലൊക്കെ വന്നടിക്കും, മൊബൈലിലൊക്കെ വന്നടിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും തിരമാലയുടെ സൗണ്ട് വരുന്നത് കേൾക്കാൻ നല്ല ഭംഗിയായി. ഈ കയറ് പോലെ കിടക്കുന്ന സാധനം നന്നായിട്ടൊന്ന് പിരിച്ചിട്ട് വലിച്ചു വിടുവാണെങ്കിൽ ഇടിമുഴക്കം പോലത്തെ സൗണ്ടാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മൾ വെച്ചിട്ട് അത്രയും സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല മൊബൈലില്.
മ്യൂസിക്കൽ ഗാർഡനിലെ കാഴ്ചകൾക്ക് ശേഷം ആ വണ്ടിയിൽ തന്നെ നമ്മളെ മാത്രിമന്ദിറിന്റെ വ്യൂ പോയിന്റിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 3 ഡേയ്സ് മുമ്പെങ്കിലും ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അകത്ത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒന്നും പ്രവേശിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു ആൽമരമാണ്. ആ ഒരൊറ്റ നടുക്ക് നിൽക്കുന്ന ഒറ്റ മരത്തേന്ന് അതിന്റെ വേരുകൾ താഴേക്ക്, ഇങ്ങനെ ശിഖരത്തിൽ നിന്ന് വരുന്ന വേരുകൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് കാണാൻ നല്ല രസമായിരുന്നു. നല്ലൊരു കൂൾ ഫീലും കൂടി ആയിരുന്നു അവിടെ. ഈ ഓറോവിലിനുള്ളിൽ തന്നെ ക്രാഫ്റ്റിന്റെ പോട്ടറിയുടെ ഒക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും പോയില്ല. നമ്മൾ പിന്നെ നടന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തിൽ മാക്സിമം സ്ഥലങ്ങൾ കാണുവാന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചോണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് പോകുന്നത് പിരമിഡ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിരമിഡ് ടെമ്പിളിന് അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. കാരണം അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ 4:30 വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ 11:30 ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗേറ്റിനടുത്ത് നിന്ന് അമ്പലം കണ്ടിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയി. നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ടിൽ ഈവനിങ്ങിലേക്ക് നമ്മളെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകും. 2500 രൂപയായിരുന്നു അതിന്റെ റെന്റ് വരുന്നത്. ഈ ഒരു ബീച്ച് നോക്കിയാൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു. മീൻപിടുത്തക്കാരായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. ബോട്ടുകളും പിന്നെ വലകളും ഒക്കെ ആയിട്ട് അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിന് ശേഷം നമ്മൾ ഗോംസിന്റെ വീട്ടിലേക്ക് പോകും. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.